ഹായ് എവരിവൺ. ഞാൻ ചെറിയൊരു കാര്യം പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. വേറൊന്നല്ല, ഇങ്ങോട്ട് വരാനിരിക്കുന്ന ഫുഡീസ് ആയിട്ടുള്ളവരോടാണ്. നിങ്ങൾ ഫുഡിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ടെൻഷനോ കൺസേൺ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മുടെ എല്ലാ രീതിയിലുള്ള ഫുഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. അതിന് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തന്നെ നോർത്താംപ്ടൺഷയർ എന്ന് പറഞ്ഞൊരു ലൊക്കേഷനിലാണ്. ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 8 to 10 മലയാളി റെസ്റ്റോറൻറ്റ്സ് മാത്രമുണ്ട്. അതുകൂടാതെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിലും ഒരുപാട് വെറൈറ്റി ഫുഡുകൾ കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. പിന്നെ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ വേണ്ട. ഞാനിത് പറയാൻ കാരണം, ഞാൻ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് എനിക്ക് ഒരു കൺസേൺ ഉണ്ടായിരുന്നു. നമ്മുടേതായിട്ടുള്ള ഫുഡുകൾ കിട്ടുമോ, എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടവരോ, അങ്ങനെ ഒരു കാര്യം ഞാൻ ആലോചിച്ചിരുന്നു. ഞാനത് എപ്പോഴും ചേട്ടനായിട്ടായാലും ഫാമിലി ആയിട്ടായാലും ഡിസ്കസ് ചെയ്യാറുണ്ട്. കാരണം ഞാൻ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ പരീക്ഷിക്കുന്ന ഒരാളല്ല. എനിക്ക് നമ്മുടേതായിട്ടുള്ള ഭക്ഷണങ്ങൾ ഇല്ലാണ്ട് പറ്റില്ല. എത്രയൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യണം, അതായിട്ട് അഡ്ജസ്റ്റ് ആവണം എന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മൾ നമ്മുടേതായിട്ടുള്ള ഫുഡ് ഒരുപാട് മിസ് ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ട വന്നിട്ടില്ല. ഇനി അത് മാത്രമല്ല, നമ്മൾ വീട്ടിൽ എപ്പോഴും നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കണവരാണെങ്കിലും നമ്മുടെ എല്ലാ ഫുഡ് പ്രൊഡക്ട്സും ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടേതായിട്ടുള്ള ഗ്രോസറീസ് ആണെങ്കിലും, ഇനിയിപ്പോൾ ഫ്രഷ് ഫിഷും മീറ്റ് ആണെങ്കിലും എല്ലാ സാധനങ്ങളും, സ്നാക്സ്, ഇനിയിപ്പോൾ നമ്മുടെ ചിപ്സോ സ്നാക്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ നിയറസ്റ്റ് ലൊക്കേഷനിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പം ഇനി ആ ഒരു കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ UK പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂ ചെയ്തോളൂ. ആ ഒരു ടെൻഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെച്ചോളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു ഇതും വേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഇവിടെ വീക്കെൻഡാണ്. ഞങ്ങൾ ചെറിയതായിട്ടുള്ള ഒരു ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് സെൻറ്ററിൽ വന്നേക്കാണ്. റഷ്ഡൻ ലേക്സ് ഷോപ്പിംഗ് സെൻറ്റർ എന്നാണ് ഇവിടെ പേര്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങൾ ചെറിയ രീതിയിലുള്ള ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബംഗാളിൽ നല്ല തണുപ്പായിട്ടും എല്ലാവരും അവരുടെ ഹോളിഡേയും വീക്കെൻഡൊക്കെ എൻജോയ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, അതിൻ്റേതായിട്ടുള്ള നല്ല തിരക്കും കാര്യങ്ങളുണ്ട്. എല്ലാവരും ഷോപ്പിങ്ങിൽ എൻഗേജ്ഡ് ആണ്. ഉള്ളിൽ വന്നിട്ട് എന്തായാലും ആണ് തിരിച്ചു വരുമ്പോൾ